നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും സ്റ്റോക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ലൊരു മൊമെൻറ്റം ഒക്കെ തരുന്ന സ്റ്റോക്സാണ്. അപ്പം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അത് ഏതൊക്കെയാണ് സ്റ്റോക്ക് എന്ന് നോക്കാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഡാറ്റ മാറ്റിക്സ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഞാനിവിടെ വീക്കിലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഞാൻ ഇവിടെ മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഏകദേശം ഒരു 2021 ജൂൺ തൊട്ട് ഈ ഒരു സമയം വരെ ഏകദേശം ഒരു 2 വർഷ കാലയളവായിട്ട് നല്ലൊരു കൺസോൾട്ടേഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം ആ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് നല്ലൊരു വോളിയത്തോടു കൂടി ഒരു ബ്രേക്ക് ഔട്ട് തരികയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം സ്വിംഗ് ട്രേഡിങ്ങിന് എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു റീജിയണിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു 400-നും 440-നും ഇടയ്ക്കൊക്കെ ആയിട്ട് എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പം അതിനുശേഷം ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു 360 റീജിയണിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വീക്കിലിയിലോട്ടൊന്നും കൂടെ ഒന്ന് പോയി നോക്കാം. വീക്കിലിയിൽ നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലിയർ ആയിട്ട് ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു റീജിയണിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പോൾ എത്രയാണോ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ നമ്മളൊരു 60 രൂപയുടെ സ്റ്റോപ്പ് ലോസൊക്കെയാണ് ഇടുന്നത് എങ്കിൽ 60-70 രൂപയുടെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് മിനിമം ടാർഗറ്റ് ഒരു 70 രൂപ വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നല്ലൊരു കൺസോൾട്ടേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു കൺസോൾട്ടേഷൻ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്നു നല്ലൊരു വോളിയത്തോടു കൂടി. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപക്ഷെ ഇത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നേക്കാം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് ഒന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് JBM ഓട്ടോ. ഇപ്പോൾ സ്റ്റോക്ക് 832 ക്ലോസിങ് തന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ താഴെ നിന്ന് വളരെ വലിയൊരു മൊമെൻറ്റം തന്ന് ഈ ഒരു റീജിയണിൽ നിന്ന് ഏകദേശം 670 നിന്ന് വീണ്ടും താഴോട്ട് വന്നു. അതിനുശേഷം അടുത്ത മൊമെൻറ്റം ഇങ്ങനെ മുകളിൽ വന്ന് 832 ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷമായിട്ട് സ്റ്റോക്ക് അതിശക്തമായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഫ്യൂച്ചറിലും ഒരുപക്ഷെ ഇതിൻ്റെ മൊമെൻറ്റം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമ്മളിപ്പോൾ വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്റ്റോക്ക് നല്ലൊരു മൊമെൻറ്റം തന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അപ്സൈഡ് മൊമെൻറ്റം. ചിലപ്പോൾ ഈ ഒരു റീജിയണിലൊക്കെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നേക്കാം. ബട്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കിലാണെങ്കിലും നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. 800-നും 830-നും ഒക്കെ ഇടയ്ക്കായിട്ട് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെയൊക്കെ താഴെ ഏകദേശം ഒരു 740 730 റീജിയണിലൊക്കെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന് താഴോട്ട് ഇത്രയും താഴോട്ടൊക്കെ വന്ന് നമ്മൾ ഒരു ക്ലോസിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്ക് ചിലപ്പോൾ വീണ്ടും താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കുറച്ച് ബീറിഷ് മൂഡിലേക്ക് പോയി എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താഴെ ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആകുന്നത്. അപ്പം മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഓരോ ക്യാൻഡിൽസും ഏകദേശം ഇതിൻ്റെ ക്ലോസിങ് ഇത് കണ്ടോ, ഈ വീക്കിലി ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ഈ വീക്കിലി ക്ലോസിങ്, ഇതിൻ്റെ മുകളിലാണ് ഈ വീക്കിലി ക്ലോസിങ്. പിന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. പിന്നെ ക്ലോസിങ് മുകളിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീക്കിലി ക്ലോസിംഗ് ഒക്കെ നോക്കി പതുക്കെ നമ്മൾ പ്രോഫിറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ്, ഈ ഒരു റേഞ്ചിലെ സ്റ്റോപ്പ് ലോസ് പതുക്കെ കയറ്റി മുകളിലേക്ക് ഇടാനും സാധിക്കുന്നതായിരിക്കും. ഇവിടെയും നമ്മൾ 830-ലൊക്കെയാണ് എൻട്രി എടുക്കുന്നത്. ഒരു 740-50 സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 10-90 രൂപയുടെയൊക്കെ വ്യത്യാസം വരും. അപ്പം ഒരു സ്റ്റോക്കിൽ 90 രൂപ നമ്മൾ മാർക്കറ്റിന് കൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്നും 90 രൂപ മിനിമം എടുക്കാൻ തയ്യാറാകണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എക്സിറ്റ് ആകരുത്. അത്രയെങ്കിലും നമ്മൾ മിനിമം ടാർഗറ്റ് വെക്കാൻ നോക്കണം. അപ്പം വേണമെങ്കിൽ 90 രൂപയ്ക്ക് പ്രോഫിറ്റ് ഇതിന് മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി നമുക്ക് ട്രയൽ ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതിപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ ആയിരിക്കും. ഇത് നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് എൻജിനീയേഴ്സ് ഇന്ത്യ. ഇതിപ്പം 97 ഇപ്പം ലാസ്റ്റ് ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വലിയൊരു മന്ത്ലി വ്യൂവിലേക്കൊന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്ലി വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും
സ്റ്റോക്ക് നല്ല രീതിയിൽ താഴോട്ട് കറക്ഷനായിട്ട് ഒരു കുറച്ച് വർഷങ്ങളായ മുമ്പ് നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നതാണ്. അതിനുശേഷം ഇങ്ങനെ താഴെ വന്ന് ഇങ്ങനൊരു ഡബിൾ ബോട്ടം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡബ്ല്യു പാറ്റേണൊക്കെ ക്രിയേറ്റ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഡബ്ല്യു പാറ്റേൺ. അതിനുശേഷം അതിൻ്റെയൊക്കെ ബ്രേക്ക് ഔട്ട്, ഒരു ഡബ്ല്യു പാറ്റേണിൻ്റെയൊക്കെ ബ്രേക്ക് ഔട്ട് ഒരു വീക്കിലിയിൽ അതിന് മുകളിൽ ഒരു ക്ലോസിങ് തരുന്നുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു നല്ല വോളിയത്തോടു കൂടി തന്നെയാണ് അത് ക്ലോസിങ് തരുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോക്ക് ഇങ്ങനെ പോയി ഇത്രയും വലിയൊരു ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ടും അതുപോലും സർവൈവ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു മുകളിൽ ക്ലോസിങ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അത് വീണ്ടും വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ടും അത് ബ്രേക്ക് ഔട്ട് തന്ന് അതിന് മുകളിലൊക്കെ ക്ലോസിങ്ങും തരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 92-നും 95, 96, 97 റീജിയനിൽ. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഏകദേശം 3 സ്റ്റോക്സാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വാട്സപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ പോയി അവിടെ ഒരു ലിങ്ക് ലഭിക്കും. അവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഒരു ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ലൈവ് എൻട്രീസ്, നമ്മൾ നല്ല അവസരങ്ങൾ കിട്ടുമ്പോഴായിരിക്കും എൻട്രീസ് എടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ള നമ്മളെടുക്കുന്ന എൻട്രീസ് നിങ്ങൾക്ക് കണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള അനാലിസിസ് വെച്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി എൻട്രീസ് എടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.